വെള്ളമുണ്ട്. ഇവിടെയാണ് നമ്മുടെ കഥയിലെ ആനന്ദും ലക്ഷ്മിയും തൻ്റെ മകനും കുടുംബവുമായിട്ട് താമസിക്കുന്നത്. മിത്തു, നീ എഴുന്നേൽക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് കയറി വന്നാൽ നല്ലത് കിട്ടുവേ. എന്താ ദേവു ഇത്, നീ കാലത്തെ തന്നെ തുടങ്ങിയോ? അമ്മേ, നിങ്ങൾക്ക് കൂടി ആ പിള്ളേരെ ഇങ്ങനെ വഷളാക്കുന്നേ. ഇന്നലെ വരെ നിന്റെ കെട്ടിയവനായിരുന്നു, ഇന്ന് ഞങ്ങളായോ? എന്താണ് ഇവിടെ അമ്മായിമ്മയും മരുമോളും തന്നെ രാവിലെ തന്നെ തുടങ്ങിയോ? നിന്റെ ഭാര്യയാടാ, രാവിലെ തന്നെ അവൾ ആ കൊച്ചിനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ദേവു ഇത്, അവള് കുറച്ച് ഉറങ്ങട്ടെ. അമ്മയും മോനും എൻ്റെ കൺമുന്നേ നിന്ന് പോയിക്കോ, ഇല്ലേ രണ്ടും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. എൻ്റെ ലക്ഷ്മി, നീ ചായ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പോയതല്ലേ, സമയം എത്രയായി? അയ്യോ, ഞാനതങ്ങ് മറന്നു. നീ മറക്കും, എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിനക്ക് തീരെ ശ്രദ്ധയില്ല. അച്ഛന് ചായ ഞാൻ എടുത്തു തരാം. ഓ, എന്നാ വേഗം ആയിക്കോട്ടെ. അമ്മ, കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. ആഹാ, എൻ്റെ കാന്താരി വരുന്നുണ്ടല്ലോ. ദേവു, പെട്ടെന്ന് എന്തെങ്കിലും എടുക്ക്. എല്ലാവരും ഉണ്ടല്ലോ. ഇന്നെന്താ പരദൂഷണ കമ്മിറ്റി അടുക്കളയിലാക്കിയോ? ഡീ പെണ്ണെ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. നീ ഇങ്ങനെ അവളെ വഴക്ക് പറയേണ്ട വല്ലതും കഴിക്കാൻ കൊടുക്കും കൊച്ചിന്. ഇപ്പോൾ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു. ഹലോ, ആടാ, ഒരമണിക്കൂർ ഞാൻ അതിനുള്ളിൽ എത്തിയേക്കാം. ഇന്നും എൻ്റെ കൊച്ചിന് ലീവൊന്നും ഇല്ലേ? എന്തു പറയാനാ ലക്ഷ്മിക്കുട്ടി, ഡോക്ടറായി പോയില്ലേ? നിനക്കിന്നൊരു ലീവ് പറഞ്ഞൂടായിരുന്നോ? കുറേ ദിവസമായില്ലേ ഈ ഓട്ടം തുടങ്ങിയിട്ട്. ലീവും ചോദിച്ച് ചെല്ലാൻ പറ്റിയ സ്ഥലമാണ് അത്. അച്ഛൻ അറിയാത്തോണ്ടാ. മതി അച്ഛനും മോളും കൂടി സംസാരിച്ചത്. നീ വേഗം ചെല്ലാൻ നോക്ക്. ഓ ശരി തമ്പ്രാട്ടി, നീ തിരിച്ച് റെഡിയായി വരുമ്പോൾ നിന്റെ ചേച്ചിയെ കൂടി വിളിച്ചോളണം കേട്ടോ. ഓ ആയിക്കോട്ടെ. ഈ കാന്താരി ഉള്ളതുകൊണ്ടാ വീട്ടിൽ ഇത്ര അനക്കം. എൻ്റെ ദേവിയെ, എന്താ ഇത്? എടി ചേച്ചി, നീ എഴുന്നേൽക്കുന്നുണ്ടോ? എടി മിത്തു, നീ എഴുന്നേൽക്ക്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളയോ, ലേറ്റ് ആക്കല്ലേ. നിന്നെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, എന്തു വാടിയത്? നീ എന്നെ കൊല്ലുവോ? കുറച്ചും കൂടി ഒച്ചത്തെ വിളിക്കടി അമ്മേനെ. ഞാനായതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലൊതുക്കി. അമ്മയെങ്ങാനോ വാരുന്നെങ്കിൽ നിനക്കിപ്പോൾ സുനാമി കാണായിരുന്നു. കൂടുതലൊന്നും പറയാൻ സമയമില്ല. എൻ്റെ മോള് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി താഴേക്ക് ചെല്ലാൻ നോക്ക്. ഞാൻ ജോലിക്ക് പോവാണേ, ബായ്. ഭദ്ര, പതുക്കെ പോ, നീ വീഴുവേ. ആഹാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചി ഇപ്പോൾ ലാൻഡ് ആവുവേ. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുവാണേ. ക്യാൻറ്റീനിൽ നിന്നും വല്ലതും കഴിക്കണേ. മോളെ, സൂക്ഷിച്ചു വണ്ടി ഓടിക്കണവേ. ഉത്തരവ് തമ്പ്ര, ഞാൻ ഇറങ്ങുവാ. അമ്മയോടും അച്ഛനോടും പറഞ്ഞേക്ക്. അവള് പോയോ? നിങ്ങളിരിക്കെ, ഞാൻ ഭക്ഷണം വിളമ്പാം. ഇനി മറ്റേത് എപ്പോഴാണോ ഇങ്ങോട്ട് എഴുന്നള്ളുന്നേ? അവളെ ഉണർത്തിയിട്ടുണ്ടെന്ന് ഭദ്ര പറഞ്ഞേ. എന്നാ ഇപ്പോൾ എത്തും, വിശക്കുന്നു എന്ന് പറഞ്ഞ്. കൊള്ളാം. കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്ന് പറഞ്ഞു കുറ്റം, കഴിച്ചാലും അതിനും കുറ്റമോ? ദേ മനുഷ്യ, നിങ്ങൾ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. കുറെ നേരമായി അങ്ങേര് തുടങ്ങിയിട്ട്. അല്ല ദേവ, അവര് നാളെ ഇനി എത്തൂലേ? ആ അച്ഛ, ഏട്ടൻ രാവിലെ എത്തും, അവള് ഉച്ചയാവുന്നാ പറഞ്ഞേ. എടാ, അവൻ വരുമോ അവരുടെ കൂടെ? എത്ര നാളായി അവനെ ഒന്ന് കണ്ടിട്ട്. അമ്മയ്ക്ക് അവൻ്റെ കാര്യം അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ വെറുതെ? അമ്മ, അവൻ കൊച്ചു കുട്ടിയൊന്നുമല്ല എടുത്തോണ്ട് വരാൻ. അവൻ്റെ സ്വഭാവം അമ്മയ്ക്ക് നല്ലോണം അറിയാവുന്നതല്ലേ. എന്നാലും ദേവു, 7 കൊല്ലമായില്ലേ, ഇപ്പോഴും അവൻ ആ പഴയ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുവാണോ? ഹാ, അമ്മ അതങ്ങ് വിടമ്മേ, നമുക്കെല്ലാം ശരിയാക്കാം. ആഹാ, നീ തേടിയ ആളെത്തിയല്ലോ ദേവു. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ആഹാ, ഇന്ന് എൻ്റെ എല്ലാ ഫേവറേറ്റും ഉണ്ടല്ലോ. നല്ല വിശപ്പ്, ഞാനൊന്ന് കഴിക്കട്ടെ.
നിനക്കൊന്നും പിന്നെ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയില്ലെങ്കിൽ നീയൊന്നും കഴിക്കില്ലല്ലോ, അതുകൊണ്ടുണ്ടാക്കിയതാ. എന്തുവാ അമ്മ ഇത്? എൻ്റെ ദൈവമേ, സമയം എത്രയായോ? ആ കാലൻ ഇപ്പോൾ എത്തും. എന്ത് നോക്കി നിൽക്കുവാടോ? പോയി ജോലിയെടുക്ക്. ഏട്ടാ അലനെ, നീ ലിയയെ കണ്ടോ? ആ സെക്കൻഡ് ഫ്ലോറിലുണ്ട് ചേട്ടാ. യദു ചേട്ടൻ്റെ പുറകെ പോകുന്ന കണ്ടു. ശരിയടാ, എന്നാൽ ഞാൻ അവളെ പോയെന്ന് വിളിക്കട്ടെ. ടീ വായി നോക്കി. നിനക്കെന്താടി മെൻസിൻ്റെ വാഷ്റൂമിൻ്റെ ഫ്രണ്ടിൽ കാര്യം? എന്തോ നാടാ, നീ എനിക്ക് കുറച്ച് സമാധാനം തരില്ലേ? സമാധാനം ഞാൻ വാങ്ങിത്തരാടി. നിന്നോട് ഫയൽ എടുക്കാൻ പറഞ്ഞല്ലേ വിട്ടേ. പിന്നെ ആ പരട്ടക്കിളവി എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടാലല്ലേ അതെനിക്ക് എടുക്കാൻ പറ്റുമോ? നീ ആരുടെ കാര്യമാണ് പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. വേറെ ആരാ? ആ സന തന്നെ. അവളോ? അവൾ എനിക്കിന്ന് തല്ലു വാങ്ങി തരും ഉറപ്പാ. നീ ഒന്ന് ചെന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ അവൾ സമ്മതിക്കും. എനിക്ക് വയ്യ. ഇനി അവളുടെ ചാട് ഞാൻ കാണണമല്ലോ. മോളിപ്പോൾ ചെന്ന് മോളുടെ പണി നോക്ക്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഹലോ ജാക്സൺ, ഗുഡ് മോർണിംഗ്. താൻ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് പിന്നെ സാറിന് ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അതിൻ്റെ ഫയലൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഞാനത് എടുക്കാൻ വന്നതാ. ഓ അതായിരുന്നോ? അത് ഞാൻ എടുത്തോളാം. പിന്നെ എൻ്റെ അടുത്ത് എടുത്തു വെക്കാനാ സാറ് പറഞ്ഞേ. ജാക്സൺ സാറിൻ്റെ സെക്രട്ടറി അല്ലേ, പി എ ഒന്നും അല്ലല്ലോ. ജാക്സൺ ചെല്ലാൻ നോക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം. ഓ ആയിക്കോട്ടെ, എന്നാ ഞാൻ അങ്ങോട്ട്. അങ്ങേരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ പഠിക്കൂടി പറട്ടെ. രാവിലെ തന്നെ കുറേ എണ്ണം ഇറങ്ങിക്കോളും മനുഷ്യൻ്റെ എനർജി കളയാൻ. യൂസ്ലെസ് ഫെലോസ്. ഏത് നാറിയാണോ ഞാനിന്ന് കണി കണ്ട്. എൻ്റെ കൃഷ്ണ, എന്നെ കാത്തോണേ. ഏത് ഗതികെട്ട നേരത്താണോ ഈ കമ്പനി വന്ന് ജോയിൻ ചെയ്യാൻ തോന്നിയത്? അത് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? ഈശ്വര, പെട്ട്. ഏട്ടനായിരുന്നോ? ഏട്ടാ, നിങ്ങൾക്കൊന്ന് വിളിച്ചിട്ട് വന്നൂടെ? എൻ്റെ നല്ല ജീവനങ്ങ് പോയി. എന്തുവാടാ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? ഏട്ടാ, നിങ്ങളൊന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് കേട്ടോ. എന്തുവാടാ ഈ കൊച്ചുപിള്ളേരെ പോലെ? ഒന്നില്ലെങ്കിലും അവൻ നിന്റെ കൂട്ടുകാരനല്ലേ? കൂട്ടുകാരനൊക്കെ അങ്ങ് കമ്പനിയുടെ വെളിയിൽ. ഇവിടെ ഞാൻ അവന് വെറും ഒരു സെക്രട്ടറിയാ. നീ പറയുന്ന കേട്ടാ തോന്നും എന്തോ ഞങ്ങൾ പിടിച്ച് നിന്നെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ചെന്ന്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ അവൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തേ? അതാണ് ഏട്ടാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. അല്ല, നിങ്ങളുടെ അനിയൻ ഇതുവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ? വരാൻ സമയമാകുന്നതല്ലേ ഉള്ളൂ. ഞാനിന്ന് നേരത്തെ ഇറങ്ങിയടാ. ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. ഓ, അത് ഏട്ടൻ പറഞ്ഞ നേരം. അല്ല ഏട്ടാ, ഞാനിവിടുന്ന് റിസൈൻ ചെയ്ത് ഏട്ടൻ്റെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്താലോ? എൻ്റെ പൊന്നു മോനെ, നീ എന്നെ കുലക്ക് കൊടുക്കോടാ. ഏട്ടാ ഇത് നീ വാ, നമുക്ക് അവൻ്റെ ക്യാബിനിലോട്ട് നടക്കാം. അവൻ ഇപ്പം എത്തും. ഓ ശരി. Brave, but I be like, put it in the bag, yeah. When you see the max, they stack up like my ass. No run for me, them gyal a roll out them eyes. Naru maruga nagara maruga, veenu maruga venuga maruga, daru maruga nanda maruga, kayam kulatte sunni maruga. ഏട്ടൻ നേരത്തെ വന്നു. അത് പിന്നെ എനിക്കൊന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. ആ വഴി നേരെ ഇങ്ങ് പോന്നു. ഇത് പതിവുള്ളതല്ലല്ലോ. സാധാരണ മീറ്റിംഗ് തുടങ്ങി പകുതിയാകാറുമ്പോഴല്ലേ ഏട്ടൻ കയറി വരുന്നത്. എന്തുവാടാ ഇത്? ഇപ്പം നേരത്തെ വന്നതായോ കുറ്റം?
ജാക്സ, നിന്നോട് എടുത്തു വെക്കാൻ പറഞ്ഞ ആ ഫയൽ എടുത്തായിരുന്നോ? ഇങ്ങ് കൊണ്ടുപോവാ, എനിക്കതൊന്ന് ചെക്ക് ചെയ്യണം. അത് പിന്നെ സാർ, ഞാൻ എടുക്കാൻ പോയപ്പോൾ സന, അവൾക്കെന്താ? ഞാൻ നിന്നോടല്ലേ എടുത്തു വെക്കാൻ പറഞ്ഞേ? അത് പിന്നെ സാർ, സന ആരെയും ക്യാബിനിലോട്ട് കടത്തി വിട്ടില്ലായിരുന്നു. പുള്ളിക്കാരി ചെയ്യാമെന്നാണ് പറഞ്ഞേ. മേ ഐ കം ഇൻ? ഗുഡ് മോർണിംഗ് സാർ. ഇന്ന് സാറിൻ്റെ ഫയൽ. നിന്നോട് ഞാൻ ഈ ഫയൽ എടുക്കാൻ പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, അത് പിന്നെ ജാക്സൺ പറഞ്ഞു സാർ ഇത് എടുക്കാൻ പറഞ്ഞുവെന്ന്. ഞാൻ ചോദിച്ചത് ഞാൻ ഈ ഫയൽ നിന്നോട് എടുക്കാൻ പറഞ്ഞു എന്നാ. നോ സാർ. പിന്നെ എന്ത് തേങ്ങയ്ക്കടി നീ ആ ഫയലും പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നേ? നീ ഈ കമ്പനിയിൽ വെറും PA. ഞാൻ പറയുന്നത് കേട്ട് മാത്രം നീ ഇവിടെ നിന്നാൽ മതി. അല്ലാണ്ട് വല്ല CEO ചമയാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും. നിന്നോടിനി ഇറങ്ങിപ്പോകാൻ പ്രത്യേകിച്ച് പറയണോ? ഓ, എന്ത് സാധനം അത്! ഇങ്ങനെ ഞാൻ എങ്ങനെ ഇനി വളച്ചെടുക്കോ എന്തോ. ഏട്ടാ, നിങ്ങൾ മിണ്ടിപ്പോരുത്. നിങ്ങൾ ഒറ്റൊരുത്തം കാരണം അവളിപ്പോൾ എൻ്റെ കമ്പനിയിൽ നിൽക്കുന്നത്. ഇനി നിങ്ങളൊന്ന് തുടങ്ങാതെ. എൻ്റെ ദൈവമേ, ഇങ്ങേരിപ്പോൾ എന്നെ കൊല്ലുമല്ലോ. അത് പിന്നെ സാർ, മീറ്റിംഗ് തുടങ്ങാൻ സമയമായി. നമുക്കങ്ങോട്ട് ചെന്നാലോ? പാടാ, നമുക്കങ്ങോട്ട് ചെല്ലാം. ഏട്ടൻ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. അവളെ എന്തുകൊണ്ടാണ് ഏട്ടൻ PA ആക്കാഞ്ഞെന്നുള്ള കാര്യം എനിക്ക് ഇന്ന് തന്നെ അറിഞ്ഞേ പറ്റൂ. അത് പിന്നെ അതുണ്ടല്ലോടാ, അവളുടെ മുരടൻ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ അവളെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. എങ്ങാനും പറഞ്ഞു പോയിക്കഴിഞ്ഞാൽ അപ്പൻ്റെ വായിരിക്കുന്ന ഫുള്ളും ഞാൻ കേൾക്കേണ്ടി വരും. നീയാകുമ്പോൾ അപ്പനൊന്നും പറയാൻ നിൽക്കത്തില്ല. ഓ, മോൻ്റെ സ്വഭാവം ഞാൻ അപ്പന് നല്ലപോലെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒന്ന് നിർത്തോ? കുറേ നേരമായി. വരാൻ നോക്ക്. ഏട്ടാ, നിങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ? അവസാനം അത് കാണുന്നില്ല ഇത് കാണുന്നില്ലെന്നൊന്നും പറയരുത്. എൻ്റെ ആദി, ഞാനൊന്നും മറന്നിട്ടില്ല. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവനും കൂടെയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലായിരുന്നോ? എൻ്റെ ആദി, ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിനക്ക് എത്ര പറഞ്ഞാലും തലയിൽ കയറില്ലല്ലോ. അവൻ വരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? നിങ്ങൾക്കൊന്ന് സംസാരിച്ചൂടെ മനുഷ്യ അവനോട്? ഞാൻ പറഞ്ഞ അവൻ കേൾക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മ, അച്ഛൻ പറഞ്ഞ അവൻ കേൾക്കില്ല. ഞാൻ സംസാരിക്കാം അവനോട്. വേണ്ട, ആരും സംസാരിക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. ആദി, നിക്ക്. ഇവളെ കൊണ്ട്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഏട്ടൻ ഇന്ന് നേരത്തെ വന്നു. ആ, നീ വന്നോ? അവനെന്തേ? നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. അവൻ വരാനുള്ള സമയമാകുന്നതല്ലേ ഉള്ളൂ. എന്താ അച്ഛാ, എന്താ കാര്യം? അതൊക്കെ പറയാം. നീ ആദ്യം പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. എന്താ അച്ഛാ, കാര്യം പറ. ബദ്രി, കാര്യം ഞാൻ പറയാം. അമ്മയ്ക്ക് ഇപ്രാവശ്യം അഗ്നി നമ്മുടെ കൂടെ നാട്ടിലേക്ക് വരണമെന്നൊരാഗ്രഹം. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നേ? അവൻ വരില്ലെന്നുള്ള കാര്യം അറിയാവുന്നതല്ലേ? അത് നിന്റെ അമ്മയ്ക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ? അവൾ എന്നെ കൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യിപ്പിച്ചു. നിങ്ങളെ കൊണ്ടൊന്നും അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ലേ? വേണ്ട, ഞാൻ സംസാരിച്ചോളാം അവനോട്. ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ അവനെ കൊണ്ടേ നാട്ടിലോട്ട് പോകുന്നുള്ളൂ. ഓരോ കള്ളത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. ഈ പ്രാവശ്യം ഞാൻ എന്താ അവരുടെ അടുത്ത് പറയാ? എൻ്റെ ആദി, അവൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല എടുത്തോണ്ട് പോകാൻ. അവൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? ദേ ഏട്ടാ, 7 വർഷം കഴിഞ്ഞു. 7 വർഷം. ഇപ്പോഴും അവൻ ആ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഓരോ കള്ളത്തരം പറഞ്ഞ് ഞാൻ ഒഴിവാകും.
എന്താ പറയാ, അവർക്ക് കാണത്തില്ലേ അവനെ കാണാൻ ആഗ്രഹം. അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, അവൻ ആദ്യം ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഏട്ടൻ പറഞ്ഞ ശരിയാ, ആദ്യം അവനൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. അവൻ വന്നെന്ന് തോന്നുന്നു. അഗ്നി, നീ അവിടെ ഒന്ന് നിന്നേ, അച്ഛന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അച്ഛനല്ല, അമ്മയ്ക്കാ പറയാനുള്ളത്. നിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ നമ്മൾ തറവാട്ടിലോട്ട് പോകും, എല്ലാവരും ഒന്നിച്ച്. ഞാനെങ്ങും ഇല്ല. അഗ്നി, വെറുതെ വാശി പിടിക്കരുത്. ഇത് കുട്ടിക്കളിയല്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആരോട് ചോദിച്ചിട്ട്? അമ്മയോട് ഞാൻ പറഞ്ഞോ ബുക്ക് ചെയ്യാൻ? അഗ്നി, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നീ വരും, അത്ര തന്നെ. അമ്മയ്ക്കെന്താ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല, അത്ര തന്നെ. എടാ, അമ്മയും അച്ഛനും ഇന്നേ വരെ നിന്നെ ഒന്നിനു വേണ്ടി നിർബന്ധിപ്പിച്ചിട്ടില്ല. ഇത് നിർബന്ധിക്കുമല്ല, ഇത് അമ്മേൻ്റെ ആഗ്രഹമാണ്. നീ ഒന്ന് സാധിച്ചു കൊടുത്തേക്ക്. അച്ഛ, ഇത് ശരിയാവില്ല, നിങ്ങൾ പോയിക്കോ. എന്തുവാടാ ഇത്? എത്ര നാളായി? നമുക്കൊന്ന് പോയിട്ട് വരാമെന്നേ, ഒരു 2 മാസത്തെ കാര്യമല്ലേ? ഏട്ടാ വേണ്ട, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ഇത് ശരിയാവില്ല, നിങ്ങൾ പോയിട്ട് വാ. ദേ ചെറുക്ക, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എടാ, അവിടെ നീ വരാതിരിക്കുന്നത് അന്ന് എനിക്കുണ്ടായ സംഭവത്തെക്കുറിച്ചിട്ട് ഓർത്തിട്ടാണെങ്കിൽ വേണ്ടടാ, അത് വിട്ടേര്. അതെ, ആ സംഭവത്തെക്കുറിച്ച് ഓർത്ത് തന്നെയാണ് ഞാൻ ഇപ്പോഴും അങ്ങോട്ട് വരാത്തെ. എടാ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. മഹിയേട്ടന് ചിലപ്പോൾ അതൊക്കെ മറക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല. എനിക്ക് ഇന്നും അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അഗ്നി, നിർത്തിക്കോ. നിന്റെ ഏട്ടനില്ലാത്ത ദേഷ്യവും വാശിയാണല്ലോ നിനക്ക് അവരോട്. അമ്മ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ. അവരുടെ ഓരോ കണ്ടുപിടുത്തം കാരണം എൻ്റെ മഹിയേട്ടൻ്റെ ജീവിതമാണ് പോയത്. ഇനി അമ്മയ്ക്ക് ആരുടെ ജീവിതമാണ് തുലയ്ക്കണ്ടേ? എൻ്റെയോ അതോ ഭദ്രയേട്ടൻ്റെയോ? അഗ്നി, മതി, നിർത്തിക്കോ. നീ പറയുന്ന എല്ലാം കേട്ടതെന്ന് വെച്ച് നിനക്ക് അവളോട് അങ്ങനെ സംസാരിക്കാമെന്നല്ല. നിനക്ക് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വയ്യെങ്കിൽ വേണ്ട, നിന്നെ ആരും നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഇനി അവളുടെ അടുത്ത് എങ്ങാനും ചാടിക്കയറുന്നത് ഞാൻ കണ്ടാൽ ഇങ്ങനെയല്ലായിരിക്കും ഞാൻ പ്രതികരിക്കുന്നത്, കേട്ടോ? അച്ഛൻ അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ല്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാം. അവനോട് ഞാൻ സംസാരിച്ചോളാം ഏട്ടാ. ഇപ്പം അച്ഛൻ അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ല്. ഏട്ടനും ചെല്ല്. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത്തവണ നമ്മൾ നാട്ടിലോട്ട് പോകും. നമ്മൾ 5 പേരും ഒന്നിച്ചേ പോകും. ഇത് ഈ ഭദ്ര തരുന്ന വാക്കാം. എൻ്റെ ദേവിയെ, വേണ്ടായിരുന്നു. ഒരു പഞ്ചിൻ്റെ പുറത്ത് അവൻ്റെ അടുത്ത് സംസാരിച്ചോളാന്ന് പറഞ്ഞും പോയി. മുക്കാല് വരച്ചിട്ട് പാടില്ല. ദേവി, അവൻ ഉറങ്ങിക്കാണണേ. ഏട്ടനെന്താ വേണ്ടേ? ചുമ്മാ ഈ വഴിയൊന്ന് പോയപ്പോൾ ഒന്ന് കയറാന്ന് കരുതി. നീ ഉറങ്ങിയില്ലായിരുന്നോ? ഏട്ടനെന്താ ഇപ്പം എങ്ങോട്ട് വന്നേന്ന് ആരെക്കാളും നന്നായി എനിക്കറിയാം. എനിക്കറിയാവുന്ന ഏട്ടനും അറിയാം. എടാ, അത് പിന്നെ അമ്മേൻ്റെ ആഗ്രഹമല്ലേ? ഏട്ടാ, അതെനിക്കറിയാം. പക്ഷേ ഇത് ശരിയാവില്ല. എനിക്ക് തോന്നുന്നില്ല ഇത് നടക്കുമെന്ന്. എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഏട്ടാ, എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ? നമ്മളൊക്കെ പുറത്ത് പോയിട്ടും കുറേ നാളായി. ഒരു 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്കിതൊരു വെക്കേഷൻ ആക്കാടാ. നമുക്ക് അവിടെ ചെന്ന് അടിച്ചു പൊളിക്കാം. ഏട്ടാ, അത് പിന്നെ ശരിയെങ്കിൽ ഞാനും വരാം ഇപ്രാവശ്യം. ഏട്ടാ, ശരിക്കും? ശരിക്കും. പക്ഷെ ഒരു കാര്യം, വഴിപാടും പൂജയെന്നും പറഞ്ഞ് എന്നെ ഒന്നും എങ്ങോട്ടും വിളിച്ചേക്കരുതെന്ന് അമ്മയോട് പ്രത്യേകം പറഞ്ഞേക്ക്. ആ കാര്യം ഞാൻ ഏറ്റു.
നീ എൻ്റെ മുത്താടാ മുത്ത്. പിന്നെ ഈ ബദ്രിനാഥ് ദർശൻ്റെ എല്ലാ വർഷത്തെയും തറവാട് വിസിറ്റ് എന്തിനാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പോടാ അവിടെ നിന്ന്. ഞാൻ എന്നാലേ ചെന്ന് അമ്മയോട് പറഞ്ഞിട്ട് വരാം. ഓക്കെ? ഓ ഏട്ടൻ ചെല്ലാൻ നോക്ക്, എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ഞാൻ പോയി തരാം. നീ നല്ല സമാധാനത്തോടെ ഇരുന്ന് പാക്ക് ചെയ്തു. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. എന്താ ഇപ്പോൾ ഇങ്ങനൊരു ഫീൽ? എന്തോ നടക്കാൻ പോകുന്നത് പോലെ. ചിലപ്പോൾ കുറേ നാൾ കൂടി തറവാട്ടിലോട്ട് പോകുന്നത് കൊണ്ടാവാം, ആർക്കറിയാം.